സ്വന്തമായി തയ്യാറാക്കിയ ഒരു വിഷയവുമായി വേദിയിലെത്തി ആസ്വാദകരുടെ കണ്ണ് നിറയിച്ചിരിക്കുകയാണ് അഞ്ജന. പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തൊരു സ്ത്രീ ജീവിതത്തിന്റെ നിസ്സഹായ ഭാവങ്ങളെയാണ് ഈ മിടുക്കി അവതരിപ്പിച്ചത്. കഥകളിയിൽ തിളങ്ങിയ അഞ്ജന സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് മോണോ ആക്ടിലേക്ക് മാറി വിജയവഴി തിരഞ്ഞെടുത്തത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മോണോ ആക്ടിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശി. ഈ മോണോ ആക്ടിനൊരു പ്രത്യേകതയുണ്ട്, അത് ഈ കുട്ടി തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. എന്താണ് പേരെന്താണ്? പേര് അഞ്ജന എസ്. എത്രയിലാണ് പഠിക്കുന്നത്? +2. സംസ്ഥാന കലോത്സവത്തിൽ മോണോ ആക്ട് അവതരിച്ചപ്പോൾ അതിലൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ അവതരിപ്പിച്ച മോണോ ആക്ടിൻ്റെ സ്റ്റോറി ഫുള്ള് ഞാൻ തന്നെയാണ് സ്ക്രിപ്റ്റ് ഫുള്ള് എഴുതിയേക്കുന്നത്. വിഷയം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായിരുന്നു, വിഷാദരോഗത്തെപ്പറ്റി. എന്താണ് ഇത്തരത്തിലൊരു വിഷയം തിരഞ്ഞെടുക്കാൻ സ്വന്തമായി എഴുതിയതാണ്? എന്താണ് ഒരു വിഷയം സെലക്ട് ചെയ്യുന്നതിൽ കാരണമെന്ന്? ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ കലോത്സവത്തിന് ഇറങ്ങിയപ്പം ജില്ലയിൽ വെച്ചിട്ട് യൂട്യൂബിൽ നോക്കി പഠിച്ചൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റേറ്റിലോട്ട് സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഈ വർഷം നമുക്കൊരു മാസ്റ്ററിനെ വെച്ച് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പം വീട്ടിലെ അമ്മയാണേലും ഫാമിലി ഫുള്ള് പറഞ്ഞ് ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ടോപ്പിക്ക് തപ്പിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ദിവ്യ ജോണി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ സൂസൈഡിനെ പറ്റിയിട്ടുള്ള ന്യൂസ് അറിഞ്ഞത്. അപ്പോൾ ആ ചേച്ചിയുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയിലോട്ട് പോയപ്പം ഇതുപോലെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുകയും സ്വന്തം കുഞ്ഞിനെ ആ ചേച്ചി തന്നെ കൊല്ലുകയും പിന്നെ സമൂഹത്തിൽ നിന്ന് ആ ചേച്ചി അനുഭവിക്കപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അറിയുകയും ആ ചേച്ചിയുടെ ഡിപ്രഷനെ പറ്റിയൊക്കെ ഞാൻ അറിയുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഒരമ്മ 10 മാസം ഒരു കുഞ്ഞിനെ ചുമന്ന് പ്രസവിക്കുന്നത് ഒത്തിരി സ്വപ്നങ്ങളോടുകൂടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ അതിനെന്തായാലും ഒരു വാലിഡ് റീസൺ ഉണ്ടാവും. അങ്ങനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി അറിഞ്ഞു. അപ്പോൾ ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ തോന്നി. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതിനെപ്പറ്റി കൂടുതലും അറിയുന്നില്ല, ഇതിൻ്റെ ഇമ്പോർട്ടൻസും തീവ്രതയൊന്നും. അപ്പോൾ എനിക്ക് എഴുതാൻ തോന്നി, അങ്ങനെ എഴുതാൻ. വാക്കുകൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്കും വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് നേരെ ആ പെർഫോമൻസിലേക്ക് പോവാം. ഓ, എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഇപ്പോഴല്ലേ ഞാൻ നിന്നെ ഉറക്കിയിട്ട് പോയത്, നാശം പിടിക്കാൻ. നിന്നെ കാണുമ്പോൾ പ്രസവിക്കേണ്ടായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നിന്നെ പ്രസവിച്ച അന്നു മുതൽ എൻ്റെ ജീവിതം നരകതുല്യമായതാ. നിർത്തടി അറിയണം കേട്ടവളെ, എന്തെന്നാണ് നീ പറയുന്നത്? നിന്റെ അഹങ്കാരമൊന്നും എൻ്റെ കുടുംബത്തിൽ നടക്കുകയല്ല. അമ്മേ, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലമ്മേ. എന്നെ ആരൊക്കെയോ പിടിച്ച് വലിക്കുന്ന പോലെ തോന്നുക. ചെവിക്ക് ചുറ്റും ആരൊക്കെയോ മൂളുന്ന പോലെ. എന്നെ കൊണ്ട് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. അയ്യടി, അങ്ങനെ നിന്റെ മനസ്സെഴുപ്പ് പുറത്ത് വരട്ടെ. കൊച്ചിനെ നോക്കാൻ മേലല്ലേ നിന്റെ തള്ളയോടും നന്ദിയോടും വന്ന് നോക്കാൻ പറ. അല്ലേ, അതിനിവക്ക് തള്ളയും നന്ദിയൊന്നും ഇല്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ഈ അഹങ്കാരം നാട്ടുകാർ അറിഞ്ഞാണ്ടല്ലോ എനിക്കും എൻ്റെ ചക്കനുമാ ചീത്തപ്പേര്. ഞങ്ങളും 2-3 പറ്റതാ. ഇമാതിരി അഹങ്കാരമൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ലേ. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ കഴിഞ്ഞാ നിനക്ക് കൊള്ളാം. വാക്കുകൾക്ക് അതീതമാണ് ഈ കലാപ്രകടനം. എന്തായാലും മോൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അടുത്ത തവണ കലോത്സവത്തിനുണ്ടാവും. +2 അല്ലേ? +2 ആണ്, ഏകദേശം കഴിഞ്ഞു. എന്നാലും ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനമാണ് ഇത്തരത്തിൽ സ്വന്തമായി എഴുതി അത് തയ്യാറാക്കി അതിൻ്റെ കൊറിയോഗ്രഫിയൊക്കെ ചെയ്ത് അടുത്ത തവണ അടുത്ത ശിഷ്യവൃന്ദമായിട്ട് കലോത്സവ വേദിയിലെത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. വ്യത്യസ്തമായ ഒരു ആശയം, അത് സമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം സ്വന്തം കൈകൊണ്ട് എഴുതി അതിന് കൊറിയോഗ്രഫി ചെയ്ത് അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ ആലപ്പുഴ അമ്പലപ്പുഴക്കാരി.